ഈ നാടിങ്ങനെ ഒലിച്ചു പോകുന്നത് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 11:30 മണി തൊട്ട് 4 അവർ രക്ഷപ്പെടുത്തുന്നവരെ അങ്ങനെ ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ 26 കൊല്ലം കൊണ്ട് ഗൾഫ് പോയി സമ്പാദിച്ചുണ്ടാക്കിയൊരു വീടാണ്. ഇത് പോയി നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം പടച്ചോൻ ഇത്രേ നമുക്ക് കണക്കാക്കിയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. നമ്മൾ ബാക്കിയല്ല, നമുക്കൊരു കോറൽ പോലും പറ്റിയില്ല ഞങ്ങൾക്ക് ആർക്കും. അതിന് 6:30 വരെ ഇതിൻ്റെ മുകളിലുണ്ട്. നേരത്തെ വന്ന് നോക്കിയിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയതാണ്. നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ, കട്ടിൽ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, ബെഡല്ല കട്ടിൽ ഒക്കെ എടുത്തിട്ട് പോയി. കട്ടിൽ, അലമാറകൾ, മുകളിൽ, അടിയിലൊന്നും എടുക്കാൻ പറ്റില്ല, മുകളിലൊക്കെ എടുത്തിട്ട് പോയി. കാരണം നമ്മൾ വേറെ വീട് എടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ്. ഈ ഉരുൾപൊട്ടി വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഉരുൾപൊട്ടി വന്ന് അറിഞ്ഞിരുന്നു. അതായത് അപ്പോഴൊക്കെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ. കാരണം ഞങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് 6:30 മണിക്കാണ്. അതുവരെ നമ്മൾ ഇതിൻ്റെ മുകളിലുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളൊരു 10-38ഓളം അതായത് ഈ അയൽവാസിയിലെ 2-3 കുടുംബം, എൻ്റെ ഒരു മകളെ കുടുംബമുണ്ട് മേലെ. അത് തലേന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അതെന്താ വെച്ചാൽ പോയൻ്റെ വക്കിനാണ് അവിടെ വീട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെ തലേന്ന് തന്നെ കൊണ്ടുവന്നു. ഇത് നമ്മൾ കാരണം 4 വീട് താഴെ പോയാൽ. അപ്പോൾ ഇത് കുറച്ചൊരു കയറ്റമായതുകൊണ്ട് നമുക്ക് ഒരു വെള്ളം വരില്ല എന്നുള്ള, ഇത്രമാത്രം വരുന്നത് ആരും ഇപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സംഭവങ്ങൾ. ഈ 4 വീട് പോയത് ഒരു 12, 11:30, 12ന്റെ ഇടയിലാണ്. 4 വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വീടല്ല, ഇങ്ങനെ 4 വീട്, അങ്ങനെ 4 വീട്. ഇതൊരു 3 അടി വൈകളാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ 5-5 സെൻറ്റ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീടുകളാണ്. അപ്പോൾ ഇത്രയും വീടുകൾ 11-12 മണിയായപ്പോൾ ഈ വീടുകളും പോയി, എല്ലാ ആളുകളും പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാം. ഞങ്ങൾക്ക് ഒന്നും വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ പോയി. ഇതിൻ്റെ ഈ 4 വീട് അല്ല ആളുണ്ടായിട്ടില്ല. ബാക്കിയുള്ള ഇതിൻ്റെ താഴെ ഭാഗത്തേക്കില്ല ഒരു 8-9 വീട്ടിലുള്ള ആൾക്കാരടക്കം പോയി. കാരണം ഒക്കെ രാത്രി ഉറങ്ങുന്ന സമയമല്ലേ, ഒക്കെ ഒലിച്ചു പോയി ചെയ്ത് ആ വീടുകളും പോയി. നിങ്ങൾ ഈ വീട്ടിൻ്റെ മുകളിൽ കയറുന്ന മുഴുവൻ 39 പേരെയും സൈന്യം 6:30 മണിയായപ്പോൾ അവരോട് എത്തി. കാരണം വെളിച്ചം വെക്കണ്ടേ, കാരണം വെളിച്ചമല്ലല്ലോ. വെളിച്ചം 6-6:30 മണിയായപ്പോൾ എത്തി. ഇവിടുന്ന് മരങ്ങളൊക്കെ ഇട്ട് കയർ റോപ്പ് കെട്ടിയിട്ട് റോപ്പിൽ നിന്ന് വന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ ശരിക്കും ഈ നാടിങ്ങനെ ഒലിച്ചു പോകുന്നത് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 11:30 മണി തൊട്ട് 4 അവർ രക്ഷപ്പെടുത്തുന്നവരെ അങ്ങനെ ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്ന ആ തെങ്ങിൻ്റെ അത്രയും ഹൈറ്റിലാണ് വരുന്നത് വെള്ളം, കല്ലും. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം അങ്ങനെ 2 സൈഡിൽ കൂടി പോയി. ഇത് ആ ഒരു കല്ല്, ഏതെങ്കിലും ഒരു കല്ല്, ഇത്രയും വലിയ കല്ലുകൾ ഇവിടെ വന്ന് അടിച്ചിക്കുകയാണെങ്കിൽ ഈ വീടും പോയിട്ടുണ്ടാവും, ഇത്രയും ആളും പോയിട്ടുണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല, പോകും, അങ്ങനെ പോകും. ഏതോ പടച്ചവൻ്റെ ഒരു. ഇവരൊക്കെ ഈ അറിയുന്ന ആളുകൾ, വളരെ ബന്ധമുള്ള ആളുകളൊക്കെ അല്ലേ ഒലിച്ചു പോയത്? ഇവിടെ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിതമാണ് ഇവിടെ. കാരണം ഈ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് രാവിലെ 6 മണി തൊട്ട് 7 മണിക്ക് എസ്റ്റേറ്റിൽ പണിക്ക് പോയാൽ, ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഓഫീസോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പോകുമ്പോഴും വരുമ്പോഴും കാണുന്നത് അത്, അല്ലെങ്കിൽ അടുത്തിരിക്കണമല്ലേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ഒരു 10-30 ആൾ എസ്റ്റേറ്റിൽ തൊഴിലെടുക്കും. ആ 30 ആൾ തൊഴിലും അവരെ വീട്ടുകാര്യം, ഇവരെ വീട്ടുകാര്യം, അങ്ങനെല്ലാം വൈകുന്നേരം വരെ 5 മണി വരെ ഇതന്നെ ചർച്ചകളും കാര്യങ്ങളും, അവർക്ക് കുറ്റവും കുറവുകളും എല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു കുടുംബത്തിനെക്കാട്ടും വലിയ ഐക്യമായിരിക്കും ഈ അയൽവാസിനുള്ളത്. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലങ്ങളാണിത് എല്ലാവരും. അപ്പോൾ ആ ഒരു ഐക്യത്തിൻ്റെ മുകളിൽ തന്നെ ഇത്തിരി 5 സെൻറ്റിലുള്ള വീടുകളും, അവർക്ക് കിട്ടിയ സർവീസ് മണി കൊണ്ട് ഉണ്ടാക്കിയ വീടുകളും കാര്യങ്ങളും. ഇപ്പം ഞാൻ 26 കൊല്ലം കൊണ്ട് ഗൾഫ് പോയി സമ്പാദിച്ചുണ്ടാക്കിയൊരു വീടാണ്. ഇത് പോയി നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം പടച്ചോൻ ഇത്രേ നമുക്ക് കണക്കാക്കിയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. നമ്മൾ ബാക്കിയല്ല, നമുക്കൊരു കോറൽ പോലും പറ്റിയില്ല ഞങ്ങൾക്ക് ആർക്കും. അതിന് 6:30 വരെ ഇതിൻ്റെ മുകളിലുണ്ട്. ഏത് സമയത്തും വെള്ളം ഒലിച്ചു വരാനൊരു പേടി ഉണ്ടായിരുന്നല്ലേ? അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ടതാ. കാരണം നമ്മൾ പോയി എന്നതിൽ ഉറപ്പിച്ചതാ. കാരണം നമ്മളെ മരുവനെയും ഇവരൊക്കെ എല്ലാവർക്കും ഫോൺ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പോയി എന്നതിൽ ഉറപ്പിച്ചതാ. അത്രമാത്രം ഭീകരതയിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെ വന്ന ഇത്രയും വീട്, ഈ തൊട്ടടുത്ത് അവിടെ ക്യാമറ പിടിച്ചിട്ടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ തൊട്ട് മേലെ വീടുണ്ട്. ഈ 2 വീടും മറിയുന്നു. അതിൻ്റെ മുകളിൽ അവിടെ ഒരു വീട്, അതൊക്കെ മറിഞ്ഞ് വരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ നിൽക്കല്ലേ. അപ്പം നമ്മളെ വീട് പോകാൻ അത്ര ഉണ്ടോ? ആ ഒരു വലിയൊരു ഇത്ര ഈ കല്ല്, ഇപ്പോൾ ഇതിൽ ഒരു കല്ല്, ഇതിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് ഇതിൽ വരികയാണെങ്കിൽ വീടിനോ അടിച്ചാൽ പോയില്ലേ, അത്രേ ഉള്ളൂ. വീടൊന്നിങ്ങനെ ഇങ്ങനെ നിന്നുള്ളൂ. ഈ ഒഴുകിപ്പോയി എന്ന് പറയുന്ന ഈ കാണാതായവരുടെയൊക്കെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തോ? മൃതദേഹങ്ങളും കുറേ കിട്ടാണ്ട്. കാരണം അറിയപ്പെടാത്ത മൃതദേഹങ്ങൾ എവിടെ കിടക്കുന്നത്. എൻ്റെ ഒരു മോൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും മേലുണ്ട്. അവർ പിന്നെ എന്താ അയാളുടെ പേര്, ചേട്ടൻ ലിജോൻ്റെ അച്ഛനെയും അമ്മേനും. അത് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച പോലെ ഒന്നിച്ച് ഇപ്പോഴും. കാരണം എൻ്റെ മോൻ ഇപ്പോഴും ഒരു റിക്കവർ ആയിട്ടില്ല. കാരണം കാരണം അങ്ങനെ ആണ് അവർ ഒരു 5-8 ചെക്കന്മാർ അങ്ങനെ. അപ്പോൾ ആ ഒരു അച്ഛനെയും അമ്മയും കിട്ടാത്തതുകൊണ്ട് എൻ്റെ മോൻ ഇപ്പോഴും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഒരു വേദനയില്ല. കാരണം അതാണ് കുടുംബത്തിനെക്കാട്ടും നല്ല അയൽവാസികളും കൂട്ടുകാരും വലിയൊരു ബന്ധങ്ങളാണ് നമ്മൾ ഈ ഒരു എസ്റ്റേറ്റ് ഏരിയയും കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട്.
എന്തായാലും ശരിക്കും ദുരന്തം മുന്നിൽ കാണുകയായിരുന്നു അല്ലേ? ദുരന്തം മുന്നിൽ കണ്ടതാണ്. ദുരന്തം മുന്നിൽ കണ്ടത് നമ്മൾ പോയി തന്നെ വിചാരിച്ചതാണ്. പിന്നെ എന്തോ ഒരു പടച്ചോൻ്റെ ഒരു പടച്ചോ ഏതോ ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ആരോ എന്തോ ഒരു ഭാഗ്യം ആരോ എവിടെ രക്ഷപ്പെട്ട്. നേരത്തെ വന്ന് ഈ ഉരുൾപൊട്ടലിന് ശേഷം ഈ വീട്ടിൽ വന്ന് വന്നിരുന്നു. നമ്മൾ 2-3 ദിവസം വന്നപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ, അതായത് കട്ടിൽ മേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി. ഇപ്പോൾ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പോയി കൽപ്പറ്റ. എന്തായാലും വീട് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? വീട് എന്നാലും ഉപയോഗിക്കും. ഈ വൈക്കില്ല ഏതായാലും. ഈ വൈക്ക് ഇനി വന്നാലും നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കണമല്ല ആരായാലും അവർക്കൊരു ഇതൊന്നൊരു സ്വസ്ഥത അല്ല ജീവിതം. എങ്ങനെ ജീവിക്കാൻ കഴിയും? എങ്ങനെ ജീവിക്കാൻ കഴിയും? ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആളുകൾ ചെറിയൊരു മഴ, ഇപ്പോൾ ഈ ഇതായതുകൊണ്ടാണ്. മഴയാണെങ്കിൽ നമുക്കൊരു ഒരു ഇതുണ്ടാവും, ഒരു പേടിയല്ല. കാരണം എന്തോ ഒരു മാനസികമായിട്ടുള്ളൊരു ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഈ നാട്ടിലേക്ക് ഇനിയില്ല. ഈ നാട് വിട്ടു പോകാൻ പറ്റില്ല നമുക്ക്. ഏതായാലും ഈ നാട് അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, കാരണം ഓരോരോ കാര്യങ്ങൾ പിന്നെ പെട്ടെന്നൊന്നും അങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ നാട്ടിലെ ഇവിടെ എല്ലാവരും കൂടി ഒരു ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കാട്ടി ഒരു സ്ഥലത്ത് ഒരുമിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും ഞങ്ങളത്. കാരണം ബാക്കിയുള്ള ആളുകളും എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു വീടുകളൊക്കെ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഭാഗ്യം തന്നെ ആയിരിക്കും. ഇതിപ്പോൾ നമ്മളെ പറിച്ചുകൊണ്ടേ എവിടേക്ക് നട്ടമാരി അങ്ങനെ ഒരു ജീവിതമാണ്. എങ്ങനെ മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകും, പുറത്തേക്ക് കാണിച്ചില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇനി നമ്മൾ മറക്കാതെ കിട്ടണമെങ്കിൽ ഇനി എല്ലാ കുടുംബങ്ങളും കൂട്ടങ്ങളൊക്കെ ഒന്നിച്ച് ഇതേപോലൊരു ടൗൺ ഒരു വീടുകളൊക്കെ കുറച്ച് അടുത്തടുത്ത് ഒരു 5 സെൻറ്റ് സ്ഥലത്തൊക്കെ വീടൊക്കെ കിട്ടുകയാണെങ്കിൽ, ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ എവിടെ പോയിട്ട് ഏത് നാട്ടിൽ പോയാലും അവരെ ഇവർ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ളൊരു അവരിപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് സന്തോഷത്തിൽ ഞാൻ സംസാരിക്കും. എന്നാൽ നമുക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മളൊരു ഇതിന് വന്നിക്കാണല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇവർ തിരഞ്ഞു വന്നിക്കാണെന്നൊക്കെ ഒന്ന് തോന്നിപ്പോവും നമുക്ക്. പക്ഷേ ഇവിടെ നമ്മൾ തമ്മിലാണെങ്കിൽ അത് തോന്നില്ല. കാരണം എല്ലാവരും അനുഭവിച്ച് വന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ. ഒരു അതിജീവനം വേഗമാവട്ടെ കേട്ടോ. അതെ. കാരണം ഇവിടുന്ന് കുറേ വീടുകൾ, കാരണം ഇവിടെ നസീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ നസീറിനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി ആ സുബ്രഹ്മണ്യേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോയി വിട്ടത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ആ നസീർ എന്ന് പറഞ്ഞ ആളാണ്. കാരണം നസീർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്. കാരണം പള്ളി കമ്മിറ്റി എല്ലായാലും വേറെ ഒരു എന്ത് പ്രവർത്തനം നസീറിനെ ചോദിക്കാൻ കാരണം ഈ പ്രവർത്തനത്തിൽ നസീർ മുന്നിലുണ്ടാവും. അന്ന് നസീർ അവിടെ ഇല്ല. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ കണ്ണിൽ നിന്ന് ആദ്യമായിട്ട് വെള്ളം പൊട്ടുന്നതും ആ നസീറിനെ ചോദിച്ചിട്ടായിരുന്നു. കാരണം നസീർ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും ഇടപെട്ടിട്ട്, ചെറുപ്പക്കാരനാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ അമ്മ ഉപ്പി ആ ഭാഗത്ത് നിന്ന് അത് 1-3 മുന്നേ ഇവിടെ കൊണ്ടുവന്ന്. കാരണം വയസ്സായാലാണ്, മഴയൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവൻ്റെ ഉമ്മ ഉപ്പ അവൻ്റെ ഭാര്യ 2 മക്കൾ. ഓക്കെ, എല്ലാം ദൈവത്തിൻ്റെ അതാണ്.